സഹായിക്കണമെന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം ദുഃഖിതരായ എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ. വഴിയാത്രയിൽ യഹോവയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങളെ കർത്താവ് നിയന്ത്രിക്കണമേ. തക്ക സമയത്ത് ഭവനത്തിലെത്തിച്ചേരുവാൻ സ്വർഗം സഹായിക്കണമെന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം അതേ ഭവനത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും നാമെ അനുഗ്രഹമായി തീരുവാൻ, ഒരു വലിയ വിടുതലിന് കാരണമായി തീരുവാൻ ഇടയാക്കണമെന്നങ്ങയോട് സംഗീതം നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും. സ്നേഹമാം സ്വർഗദാതരുടെ സ്നേഹദാനത്തിനും വാഴ്ത്തുക. വീഴ്ചയെ തരും നന്മയ്ക്ക് കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് ശോഭയേറും നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം ചേർന്നിടും.
സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ പകൽക്കാലം അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങളുടെ വാത്സല്യ മാതാവ് കഴിഞ്ഞ ദിവസം ഈ ലോകത്തിൽ നിന്ന് നിത്യത്തിലേക്ക് പ്രവേശിപ്പടയായി തീർന്നു. ഈ ലോകത്തിൽ ജനിച്ച് 76 വയസ്സുവരെ ജീവിപ്പാൻ കർത്താവിന്റെ ദാസിക്ക് കൊടുത്ത അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് നൽകിയതായ നല്ല ദാനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, കുടുംബജീവൻ കർത്താവ് അവിടുത്തെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാ സമയമായപ്പോൾ ദാസ്യ തിരുസന്നിധിയിലേക്ക് പ്രവേശിപ്പിച്ചു. മാനുഷികമായ ദുഃഖവും ഭാരവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ആശ്വസിപ്പിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹത്തിനായി നീയോടെ സ്തുതിക്കുന്നു. ഈ ഭവനത്തിൽ പാർത്ത് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവെ കഴിഞ്ഞ നാളുകളിൽ വിശ്വസ്തയോടുകൂടെ അങ്ങേ സ്നേഹിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ ഭവനബോധനങ്ങളെയും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം സകലം നിറയ്ക്കണമെന്ന് അങ്ങയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയേച്ചു പോകുന്നു. അത് ലോകം വരുന്ന പോലെയല്ല എന്ന് വാക്ക് പറഞ്ഞവനായ ദൈവമേ, ഇന്ന് പകൽക്കാലം ലോക സമാധാനത്തേക്കാൾ ഉപരിയായി സകല ബുദ്ധിയെയും കവിയുന്ന ആ ദൈവത്തിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പരമതിയുവാനും ആഴമായി അനുഭവിച്ചറിയുവാനും കർത്താവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചു. നീ രഹസ്യങ്ങളിൽ നിന്റെ മുൻപിലും രഹസ്യഭാവങ്ങളുടെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ ഇതിന്റെ ഗോത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ വെറുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാനുള്ള കോപത്തെയും ഗ്രഹിക്കുന്നവനാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എന്നുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടികളോട് സഹതാപം തോന്നണമേ.
നാളെ തന്നെ ഞങ്ങളെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ഗ്രഹിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈപ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈപ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്കറിയാം. കഴിഞ്ഞ 76 വർഷങ്ങളിൽ ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവടിയായി നിവർത്തിച്ച് കർത്താവിൻ്റെ സമയമായപ്പോൾ നിത്യത്തിലേക്ക് കർത്താവ് ചേർത്തുകൊണ്ടതായ പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരും ആമേൻ ഭാരമുള്ളവരുമായി മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്നുള്ള അച്ഛന്മാർ രൂപാന്തരപ്പെട്ട വാനവങ്ങൾ എടുത്തുകൊള്ളപ്പെടും. അങ്ങനെ കർത്താവിനോട് കൂടെ എപ്പോഴും നമ്മളായിരിക്കും. കർത്താവിന്റെ വചനത്തിൽ പൗലോസ് അടുത്തായി പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. ആദ്യഫലം ക്രിസ്തുവായി ഉയർത്തെഴുന്നേറ്റു, പിന്നീട് ക്രിസ്തുവിനുള്ള ഒരു ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് നാം ശേഷ മനുഷ്യരെ പോലെ ദുഃഖിക്കുന്നില്ല. ആമേ, തുറന്നുള്ള സമയങ്ങളിൽ ദൈവത്തിന്റെ ആശ്വാസ വചനങ്ങൾ ആമേ നമുക്ക് പങ്കിടുവാനുള്ള സമയമാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേ, പാസ്റ്റർ തോമസ് അബ്രഹാം ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് അല്പാനിമിഷങ്ങളിൽ അത് അനുശോചന വാക്യങ്ങളും പ്രത്യാശ വചനങ്ങളും നമ്മെ അറിയിക്കുന്നതായിരിക്കും. പ്രാർത്ഥന നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വേർപാടിനുള്ള ബന്ധത്തിൽ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ, ദൈവമക്കൾ, ഈ ഭവനത്തെ സ്നേഹിക്കുന്ന ഇതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ദൂരത്തു നിന്നൊക്കെ കടന്നു വന്ന സഹോദരവർഗങ്ങൾ, ദേശനിവാസികൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാരംഭമായി ഞാൻ വന്ദനം അറിയിക്കുന്നു. 1984 മുതലാണ് ഈ ഭവനവുമായി എനിക്ക് സംസർഗം പുലർത്താനുള്ള അവസരങ്ങൾ ലഭിച്ചത്. 84 ഞാൻ പറഞ്ഞത് തോന്നിയാമലയിൽ നിന്ന് ഞാൻ 84 വിവാഹം. ഈ സഭയിലെ പുത്തമ്പരയിലെ ഭവനത്തിൽ നിന്ന് ഞാൻ വിവാഹം കഴിച്ചു. ആ ഭവനത്തിൽ നിന്ന് വിവാഹം കഴിച്ചെന്നുള്ളതായ ബന്ധത്തിൽ എൻ്റെ ഭാര്യയുടെ മൂത്ത സഹോദരൻ, എൻ്റെ മൂത്ത ബ്രദർലോയുടെ ഭാര്യാഭവനമാണിത്. കൂടുതൽ ഇടപഴകുന്നതിനും പരിചയപ്പെടുന്നതിനും ദൈവസ്നേഹം പങ്കിടുവാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. തോന്നിയാമല ഈ ദേശത്തു നിന്ന് വിളിച്ച് വേർതിരിച്ചു. ഞാൻ ഈ കസരയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു, പ്രാരംഭ നാളുകളിൽ ഒരു പ്രത്യാശ വെച്ച തുറമുഖത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഞാൻ ഈ സഭയിൽ കടന്നു വന്ന സമയം മുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക കാര്യം, ദൈവത്തിൻ്റെ സ്നേഹം വാസ്തവമായി അനുഭവിച്ചറിയുവാൻ ദൈവം എനിക്ക് ഈ സഭയിൽ ഇവിടെയുള്ള ദൈവമക്കളുമായി അവസരങ്ങൾ തന്നിട്ടുണ്ട്. അന്നത്തെ അല്ലെങ്കിൽ ആ നാളുകളിൽ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അനേക ദൈവമക്കൾ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ നിത്യതയിൽ പ്രവേശിച്ചു. ഇനിയും ചില മാതാപിതാക്കൾ, വളരെ ചുരുക്കം ചില പ്രിയപ്പെട്ടവർ മാത്രമേ ആ തലമുറയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന്. 6 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ പ്രിയ കൊച്ചമ്മയ്ക്ക് ദൈവം ഭാഗ്യം നൽകി. തനിക്ക് നൽകിയതായിട്ടുള്ള കുടുംബജീവിതം, പ്രിയച്ചായനെ ദൈവം അതുപോലെ തന്നെ അവരുടെ കുടുംബജീവിതം നൽകിയ കുഞ്ഞുങ്ങളെ ഒക്കെ അതെ വളർത്തുവാനും അവരുടെ നന്മ അനുഭവിപ്പാനും അവരുടെ സന്തോഷം പങ്കിടുവാനും ഈ ഭൂമിയിൽ ദൈവം എനിക്ക് കൊടുത്തതായിട്ടുള്ള ആയുഷ്കാലം കർത്താവിന് വേണ്ടി ജീവിച്ച് ആമേൻ നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ ദൈവം പ്രിയ മാതാവിന് ഭാഗ്യം നൽകി. ദീർഘവർഷങ്ങൾ ജീവിച്ച് തന്റെ നല്ല കാലം, യൗവനകാലത്തിൽ സൃഷ്ടിതാവിനെ അറിയുന്നതിനും ദൈവത്തെ സേവിക്കുന്നതിനും ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും ദൈവിക കൽപ്പനകളും പ്രമാണിച്ച് ഈ ലോകത്തിൽ ദൈവം നൽകിയ ആയുഷ്കാലം താൻ നന്നായി ജീവിച്ച് ദൈവ
ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ചപ്പോൾ നിത്യതയിലേക്ക് താൻ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽവേളയിൽ നമുക്ക് ദുഃഖത്തിന് കാരണമില്ല. നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളങ്ങളോടും കൂടെ മധ്യാകാശത്തിൽ യേശു കർത്താവ് രണ്ടാമത് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരം പ്രാപിച്ച് ആമേൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാകിയാൽ ദൈവത്തിന്റെ വചനം സമ്പൂർണ്ണ ബൈബിൾ, വിശുദ്ധ ബൈബിൾ വിശ്വസിക്കുന്നതായ ഒരു ദൈവവേദനെ സംബന്ധിച്ച് തന്റെ വിശുദ്ധന്മാരുടെ മരണം ആമേൻ ഒരു താൽക്കാലികമായ കോടാനുകോടി വിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്. ആ നാളിന്റെ അല്ലെങ്കിൽ ആ ദിവസത്തിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ആമേൻ ഈ വേർപാടിനുള്ള ബന്ധത്തിൽ ദുഃഖത്തിന് കാരണമില്ല. അതേ പ്രിയ പിതാവ് ഡേവിഡ് സാമ്പ്രദർ, മറ്റ് മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളൊക്കെ സമാധാനത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ മാതാവിനെ വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശ അവരുടെ ഉള്ളത്തിൽ ദൈവം നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് സമാധാനത്തോടെ ദൈവസന്നിധിയിൽ അവരിന്ന് പകൽ ആയിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും ആമേൻ സഭയുടെയും ആമേൻ എന്റെയും കുടുംബത്തിന്റെയും അനുശോചന വാക്കുകൾ ആമേൻ ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 1980 മുതൽ ആ സ്നേഹബന്ധത്തിന്റെ വീഴ്ച വരുത്താതെ അത് തുടരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മകനെ പോലെ സ്നേഹിക്കുകയും വർഷങ്ങളായി സ്വന്തം ഭവനം പോലെ എല്ലായ്പ്പോഴും ഈ ഭവനത്തിൽ കയറി വരുവാൻ ഒരു തുറക്കപ്പെട്ട വാതിലുണ്ടായിരുന്നു. ശുശ്രൂഷയുടെ ബന്ധത്തിൽ 84 മുതൽ ഓരോ സ്ഥലങ്ങളിൽ മാറിപ്പോയത് കൊണ്ട് വേണ്ടിയുള്ള ഈ ഭവനത്തിൽ വരാൻ പിന്നെ ഏതെങ്കിലും ഇതുപോലെ ആവശ്യങ്ങൾ അറിയുമ്പോഴോ അല്ലെങ്കിൽ അറിയിക്കുമ്പോൾ മാത്രമേ വരാൻ കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിക്കൊണ്ടിരുന്നു.
എന്നെ അവസാനമായി ഒരിക്കൽ കൂടെ കണ്ട് ഈ ദുഃഖത്തിൽ പങ്കാളിയായി തീരണമെന്ന ആഗ്രഹത്തോടെ യാത്ര തിരിച്ച് രാവിലെ എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചു. വളരെ വിലപ്പെട്ട സ്നേഹമാണ് ഈ മാതാവിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. തന്റെ ഒരു മകനെ പോലെ ആരംഭ നാൾക്കളില് എന്റെ വിശ്വാസത്തിൽ വന്ന ആ നാൾക്ക് 2 വർഷം 3 വർഷം കഴിയുള്ളായിരുന്നു. അതുകൊണ്ട് വളരെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകേണ്ട പല ഭാഗങ്ങളും മനസ്സിലാക്കുകയും തുടർച്ചയായി പല ദിവസങ്ങളിൽ ഈ ഭവനത്തിൽ താമസിപ്പാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവമായി കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അത് ആർക്കും വേണ്ട. എന്നാൽ ഞാൻ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് കൊണ്ട് തന്റെ മകൻ പ്രിയ ബേബിച്ചാന് നാട്ടിലേക്ക് അവധിക്ക് വരുമ്പോൾ നിർബന്ധിച്ച് എനിക്കൊരു ഫാൻസ് ഫീസ് കൊടുക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചു. ആദ്യമായിട്ട് ഒരു ഫോറിൻ തുണിയുടെ ഫാൻസ് ഇട്ടത് പ്രിയ ബേബിച്ചാൻ കൊണ്ട് കൊടുത്ത സമയത്താണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയും അറിഞ്ഞ സമയം മുതൽ അയ്യവർക്ക് ജീവാടിയായി ഇതെല്ലാം പറയാൻ പോയാൽ ഒത്തിരി ഉണ്ട്. യഹോവയ്ക്ക് വിലയേറിയതെന്ന തിരുവചനം നമ്മെ ഓർപ്പിക്കണം. സത്യത്തിനായി ഇറങ്ങി തിരിച്ചു. സത്യത്തിന് വേണ്ടി ഈ മാതാപിതാക്കൾ ജീവിച്ചു. തങ്ങളെയും തങ്ങളുടെ തലമുറകളെയും സത്യത്തിനെ നിലനിർത്തി 3-4 തലമുറ വരെ ഈ കാണുവാൻ പ്രിയ മാതാവിന്റെ ദൈവം ഭാഗ്യം കൊടുത്തു. വ്യാഴാഴ്ച പ്രിയ മാതാവ് പറഞ്ഞത് കാര്യപ്രിയ ലില്ലിക്കുട്ടി മാമ ഓർപ്പിച്ചു, ഇങ്ങനെയാണ്, ഇനി എന്നെ ഇവിടെ കാണാൻ പറയണ്ട, എന്നെ താൻ ഓർപ്പിച്ച കാര്യം എന്നോട് പറയാനിടയായി. കാരണം തനിക്ക് അറിയുമായിരുന്നു ഞാൻ ഈ ദിവസങ്ങളിൽ പ്രിയം വെച്ച കർത്താവിനോട് ചേരുമെന്ന്. അതുകൊണ്ട് താൻ ഓർപ്പിക്കുവാനും ഇടയായി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം പ്രസ്താവിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഭക്തന്മാരുടെ മരണം പോലെ എനിക്ക് ആകണമെന്ന് ഒരു പ്രവാചകൻ ആഗ്രഹിക്കുന്നത് സംഖ്യാ പുസ്തകത്തിൽ പറഞ്ഞിരിക്കണം. എന്റെ വാക്കുകൾ ഞാൻ ഇട്ടുന്നു. എങ്കിലും ഇതുവരെയും ഈ സത്യം അറിയാത്തവർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ ഭക്തന്മാരായ കൂട്ടത്തിൽ ആയിത്തീരേണ്ടതിന് ഭക്തന്മാരുടെ കൂട്ടത്തിലാകുവാൻ ആഹ്വാനം ചെയ്യണം. എന്ന സത്യത്തിന് വേണ്ടി യാക്കോബ് പാരമ്പര്യത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. അത് മുതൽ തന്റെ മരണം വരെയും അതിനായി ജീവിപ്പാൻ മാതാവിടെയായി. കുടുംബത്തിന്റെയും അതുപോലെ തന്നെ മലബാറിൽ നടക്കുന്ന വലിയൊരു കൺവെൻഷൻ, ഭാരതമ കൺവെൻഷന്റെ അതിന്റെ പ്രസിഡന്റ് കർത്താവ് ഇടയായിക്കൊണ്ടിരിക്കുന്നു. ആ കൺവെൻഷൻ നാമത്തിൽ എന്റെ കുടുംബത്തിന്റെയും സഭയുടെ നാമത്തിൽ ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ, സമാധാനപ്പെടുത്തട്ടെ. ഈ മീറ്റിംഗ് പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവിൽ കാണുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കും. വളരെ ചുരുക്കമായി കമ്പിവാചകത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. തുടർന്ന് ഇവിടെ തന്നെ നാമത്തിന് മഹത്വം. ഈ കാലം വാത്സല്യ മാതാവിൻ്റെ ദൈവത്തിൽ ദുഃഖിതായിരിക്കുന്ന നിങ്ങളോട് ചേർന്ന് മാതാവിൻ്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ഈ കുടുംബത്തോടുള്ള ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഇപ്പോൾ കാലം കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ചു. എന്നോർക്കെയാണ് 3 വർഷത്തിന് മുൻപ് ഈ ദേശത്തെ കർത്താവിൻ്റെ വേരുടെ മുഖത്തെ കടന്നു വരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു ഭവനമാണ് ഈ ഭവനം. മാതാപിതാക്കൾ സ്വന്തം തലമുറയെ പോലെ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കഷ്ടതയുടെ ദിവസങ്ങളിൽ ഈ ഭവനം മാത്രമല്ല ഈ ദേശത്തുള്ളതായ വിവിധ ദൈവസഭകളിൽ ദൈവദാസന്മാർ എൻ്റെ ജീവിതത്തിൽ സൂക്ഷയുടെ പീരീഡുകളിൽ നേരിട്ട കഷ്ടത്തിന് മുമ്പിൽ ഇവിടെയുള്ള ദൈവജനം പ്രാർത്ഥിച്ച് നിങ്ങളെ സഹായിച്ച ആ വലിയ കടപ്പാട് ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് വളരെ വ്യഥപ്പാടിൻ്റെ മധ്യത്തിലെങ്കിലും
ഒരിക്കൽ കൂടെ ഈ ഭൂമിയിൽ വെച്ച് മാതാവിൻ്റെ മുഖം ഒന്നുകൂടെ കാണുവാൻ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ കടന്നു വരുമ്പോൾ ഒരിക്കൽ പോലും ഈ മുഖം വാടി കണ്ടിട്ടില്ല. എപ്പോൾ കടന്നു വന്നാലും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്ന വലിയൊരു കൃപ മാതാവിന് ദൈവം നൽകിയിരുന്നു. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഇപ്പോൾ ചലിക്കാത്ത, സംസാരിക്കാത്ത, ചിരിക്കാത്ത അവസ്ഥയിൽ ഈ ശരീരം ഈ അലലിയ പെട്ടിക്കകത്ത് ഒതുങ്ങിയിരിക്കുന്നെങ്കിലും ദൈവജനമായിരിക്കുന്ന നമ്മുടെ പ്രത്യാശ എന്നും ഇതിങ്ങനെ ഇരിക്കയില്ല. ഒരിക്കൽ ഈ വാടിയ മുഖം സന്തോഷിക്കും, ഈ കണ്ണുകൾ തുറക്കും, ഈ കൈകൾ ചലിക്കും, ഈ മുഖം വീണ്ടും ചിരിക്കും. അലലിയ അതെ, ഈ മുഖത്തോട് തന്നെ ഇനിയും നമുക്ക് നമ്മുടെ മാതാവിനെ കാണുവാൻ കഴിയും. നിലവിളിയുടെ അളത്തളത്തില് ദുഃഖം നിലവിളിക്കാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മുഖമേ പ്രത്യാശയുള്ളത് എന്തുകൊണ്ട്? ഹല്ലേലൂയ! ഈ മാതാവിനെ ഇനി ഒരിക്കൽ നമുക്ക് മുഖാമുഖമായി കാണാമെന്നുള്ള ആ ഭാവി പ്രത്യാശ നമ്മളെ ഭരിക്കുവാൻ ഇടയായി തീരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വാക്കുകളെ അവസാനിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും മരിക്കുവാനിടയായി തീർന്നു. 1 മണിയോട് ചേർന്ന് ശവസംസ്കാര സൂക്ഷയാണ്. ആകയാൽ എൻ്റെ അമ്മച്ചിയെ കണ്ടിട്ട് ഒരിക്കൽ കൂടെ കടന്നു പോകുവാനുള്ള തിടുക്കത്തിലാണ് കടന്നു വന്നത്. ആകയാൽ ദുഃഖിതരായിരിക്കുന്ന ഈ ഭവനത്തോടും ദൈവസഭയോടും അതേ ആലോലിയ തലമുറകളോടും ആലോലിയ അവരുടെ ദുഃഖത്തിൽ എന്റെയും കുടുംബത്തിന്റെയും അനുശോചനം അറിയിക്കുന്നതിനോട് ചേർന്ന് ഞാനിപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന നൂണ്ടിയ ഇടക്കുളം ദൈവസഭയുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് സർവകൃപാലുവായ ദൈവം സകല ആശ്വാസങ്ങളും നൽകി നമ്മളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും കുടുംബത്തോടുള്ള സ്നേഹവും അമ്മനും അറിയിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും ആശ്വസിപ്പിക്കട്ടെ. ഈ വേളയിൽ പ്രിയ മാതാവിൻ്റെ വേർപാടോടുള്ള ബന്ധത്തിൽ പ്രിയ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, സഭാജനങ്ങൾ, കർത്താവിൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, നിങ്ങളോട് ഒരുമിച്ച് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നവൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 5 വർഷത്തോളമായി പ്രിയ ഭവനവുമായിട്ട്, പ്രത്യേക പ്രിയ ദേവിച്ചാനുമായിട്ട് പരിചയപ്പെടുവാനും ഈ ഭവനത്തിൽ കടന്നു വന്ന് പ്രിയ മാതാവ് ക്ഷീണാവസ്ഥയിലിരുന്ന സന്ദർഭത്തിലൊക്കെ പ്രാർത്ഥിക്കുവാനും വിവരങ്ങൾ തിരക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. പറയുന്നത് നമ്മുടെ ദുഃഖം വെറും ദുഃഖമല്ല, നമുക്കൊരു വലിയ പ്രത്യാശ ഉണ്ടെന്നാണ് ഭാവിച്ചതുകൊണ്ട് മരണശേഷം ഒരു വലിയ പ്രത്യാശയുണ്ടെന്നും ആ പ്രത്യാശയിൽ അവർ ഓഹരിക്കാരാണെന്നുള്ള ഉറപ്പാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം പകരുന്നത്. ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ ചിലർക്ക് വാർദ്ധക്യ സഹജമായി വളരെ പ്രത്യാശയോടും സന്തോഷത്തോടും ഒക്കെ മരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. എന്നാൽ മറ്റു ചിലർ പെട്ടെന്നുള്ള ആപത്തുകൾ, അപകടങ്ങളിൽ കൂടെ കടന്നുപോയി മരണത്തിനിരയാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന കുമ്പഴയിലെ, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവിടെ കർത്തവ്യയിലായിരിക്കുന്ന ഒരു ദൈവദാസൻ, 50 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദൈവദാസൻ, വളരെ ആരോഗ്യത്തോടെ താൻ ജീവിച്ച് ദൈവത്തിന്റെ വേല ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്ന് രോഗത്തിന് അടിമയായി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ദൈവമക്കളെ, പത്രദ്വാര നാം ദിനംപ്രതി കാണുന്നത് ഇന്ന് അനവധി ആൾക്കാർ, അനവധി മരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും 50-ന് താഴെയുള്ളവരായി മരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. പ്രായവ്യത്യാസം മരണത്തിനില്ല. എന്നാൽ ഏത് സമയവും മരണത്തിനായി നാം ഒരുക്കപ്പെട്ടിരിക്കണം, പ്രത്യാശയോടെ ആയിരിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഈ വാർത്തകളെല്ലാം നമുക്ക് നൽകുന്നത്. ഞങ്ങളുടെ സഭയിലെ നേരത്തെ ക്രമീകരിച്ചതനുസരിച്ച് ഉപവാസ യോഗങ്ങൾ നടക്കുന്നു. ഈ ദുഃഖഭവനത്തില് ഈ ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ മരണവാർത്ത അറിഞ്ഞ് യോഗം നടത്തേണ്ടതുകൊണ്ട് രാവിലെ തന്നെ കടന്നു വരുവാനും ഈ ഭവനത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരോട് ചേർന്ന് അല്പസമയമായിരിക്കാനും ദൈവം സഹായിച്ചു. കുമ്പഴ ടൗൺ അസംബ്ലീസ് ബോർഡ് സഭയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരവും കുടുംബത്തിൻ്റെയും നാമത്തിലുള്ള അനുശോചനങ്ങൾ, ദുഃഖം ഞാൻ ഈ ഭവനത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെയുള്ള ദൈവസഭയ്ക്ക് ആമേൻ നേരുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയാപ്പച്ചന്, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, സഭാവിശ്വാസികൾ, അങ്ങനെ ചുറ്റുപാടുള്ള പ്രിയപ്പെട്ടെല്ലാവരും ചേർന്ന് ദുഃഖത്തിൽ പങ്കുവരിക്കും. ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനമായിട്ടുള്ള ബന്ധവും സ്നേഹമാണ്. പ്രത്യേകിച്ച് കർത്താവദാസൻ ദേവിജനുമായിട്ട്
ഒരു ഏകോദര സഹോദരനോടുള്ള ബന്ധമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്ന പോലെ, സ്വന്തം ഫാമിലിയെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുകയും ബഹുമാനം ചെയ്യുന്ന ഒരു കുടുംബമാണ് ബേബിച്ചനും കുടുംബം. പ്രിയപ്പെട്ട എല്ലാവരും ചേർന്ന് ഇന്ന് സഭയുടെയും എന്റെ കുടുംബത്തിന്റെയും സ്വദേശത്തിലെ എന്റെ കുഞ്ഞുങ്ങളെയും അനുസരിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഈ കുടുംബത്തെ പ്രിയപ്പെട്ട ആശ്വാസങ്ങൾ അവരുടെ സമാധാനം കൊടുക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്ന വാക്കും ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം അസംബ്ലി സഭയുടെ ശുശ്രൂഷ മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. മകൾ സ്നേഹം പരലോക പിതാവുതൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഇവിടെ വെച്ച് അവസാനിക്കുന്നതല്ല. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു വേർപാടാണ്, ഇതൊരു വിശ്രമമാണ്. പകലധ്വാനം കഴിയുന്ന വ്യക്തിക്ക് രാത്രിവേള ഒരു വിശ്രമം ആവശ്യമാണ്. ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ അവിടെ ഏതാണ് കാണുന്നത്? നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. കഴിഞ്ഞ 76 വർഷക്കാലം ദേശത്ത് വസിക്കുവാനും ജീവിക്കുവാനും കുടുംബജീവിതം നയിച്ച് അവരുടെ തലമുറകളെയും കൊച്ചുമക്കളെയും കാണുവാൻ ഈ പ്രിയ വാത്സല്യ മാതാവിന് അവസരം നൽകി കൊടുത്തു. നെടുമാനാൽ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം തോന്നിയാവല വിശ്വാസികൾക്കെല്ലാം അധിക കാര്യങ്ങൾ പറയുവാനുണ്ടെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഞങ്ങളുടെ കുടുംബം പാലക്കത്രയിലെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭവനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നുവരെയും ഞങ്ങളൊരു കുടുംബം വന്നവണ്ണം, ഒരു സഹോദരി സഹോദരന്മാരെന്നവണ്ണുള്ള നിലയിലാണ് കഴിഞ്ഞു പോകുന്നത്. ഈ വാത്സല്യ മാതാവിന്റെ മുൻകാല ചരിത്രങ്ങൾ വിവരിപ്പാൻ ഇവിടെ സമയം ശേഷിക്കുന്നില്ലെങ്കിൽ തന്നെയും തിടുക്കത്തിൽ 1-2 വാക്കുകൾ പറഞ്ഞ് എന്റെ കർത്തവ്യത്തിൽ നിരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞെരുക്കത്തിലും കഷ്ടതയിലും കടന്നുപോയ സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ആ മണ്ഡലങ്ങളിലും തളർന്നു പോകാതെ വിശ്വസിച്ച ക്രിസ്തുവിൽ ആശ്രയം വെച്ചതിന്റെ ഫലമായി ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാനിടയായി തീർന്നു. തലമുറ വാസ്തവമായി ഈ ഭവനത്തെ കുറിച്ച് പഠിച്ചാലും അത് തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ മാതാവിന്റെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയായിരുന്നു. അതിഥി സൽക്കാരം, കടന്നു വരുന്ന ദൈവജനങ്ങളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഈ മാതാവിന്റെ ഒരു സവിശേഷതയായിരുന്നു. ആ മേഘബന്ധത്തിലായിരുന്നു. റോസമ്മ കുടുംബം വിദേശങ്ങളായിരുന്നപ്പോഴും സ്വദേശത്തായിരുന്നപ്പോഴും അപ്രകാരം തന്നെയായിരുന്നു. പ്രിയ ജെയിംസ് ലിൽകുട്ടി മാമ കുടുംബം, ഈ കുടുംബത്തെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. പ്രിയ പിതാവിന് കഴിഞ്ഞ രാത്രി ഉണ്ടായ പ്രയാസത്തിൽ നിന്ന് സർവശക്തനായ ദൈവം വിടുവിച്ചതിനായി സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മനുഷ്യരീതിയിൽ ഇവിടെ ദുഃഖം ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിന് പ്രത്യാശയുണ്ട്. കർത്താവിന്റെ 2ാം വരവെങ്കിൽ നമുക്കും ഈ പ്രിയ മാതാവിനെ കാണാം. അസംബ്ലി ഓഫ് ചർച്ചിന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രത്യേക പാലക്കത്രയിലെ കുടുംബത്തോടുള്ള ബന്ധത്തിലും എന്റെ അനുശോചനം അറിയിക്കുന്നു. ഈ പ്രിയ ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. തുടർന്ന് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ രാജൻ മുമ്പോട്ട് കടന്നു വന്ന് അനുശോചനം അറിയിക്കും. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഈ ദുഃഖവേളയിലെ ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വന്ന് പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. കഴിഞ്ഞ ദിനം പത്രത്തിൽ കൂടെ ഈ മാതാവിൻ്റെ ചരമവാർത്ത അറിയുവാനിടയായി. ഇത് പകൽക്കാലമാണ് ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇന്നലെ രാത്രിയിൽ എൻ്റെ അളിയൻ്റെ മാതാവ് മരിച്ചുപോയി. ഇത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇതിൻ്റെ ശവമടക്കം. ഇന്ന് പകൽക്കാലം വളരെ ധൃതിയോടുകൂടെ റാന്നിയിൽ നിന്ന് കടന്നു വരികയാണ്. കഴിഞ്ഞ 13-ൽ പരം വർഷങ്ങളായി വാത്സല്യ ഭവനവുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്.
5 വർഷക്കാലം ശ്രമിക്കാൻ കർത്താവ് ഇടയാക്കി. പലപ്പോഴും ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വരികയും പ്രിയപ്പെട്ടവരുടെ പരിചരണങ്ങൾ, അതുപോലെ തന്നെ രാത്രി വേളയിൽ പലപ്പോഴും വിശ്രമിക്കുവാൻ, ആത്മീയ കാര്യങ്ങൾ അന്യോന്യം സംസാരിക്കുവാൻ കർത്താവ് ഇടയാക്കി. വാത്സല്യ മാതാവ് ഒരു യൗവനക്കാരൻ എന്ന നിലയിൽ എന്നോട് ആവശ്യമായിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ ആവശ്യമായിരിക്കുന്നതായ എല്ലാ നന്മവശങ്ങളെ കുറിച്ചും പറയുവാനും വാത്സല്യ ഭവനുമായി അങ്ങനെ ബന്ധപ്പെടുവാൻ ഇടയായി. പ്രിയ ബേവിച്ചനുമായിട്ട്, പ്രിയ ജെയിംസുമായിട്ട്, പ്രിയ ലില്ലിക്കുട്ടി സഹോദരിയുമായിട്ട്, റോസമ്മയുമായിട്ടൊക്കെ വളരെ പരിചയപ്പെടുവാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് അവസരമൊരുക്കി തന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ചില നാളുകളായിട്ട് സൗഖ്യമില്ലാതെ താൻ കിടപ്പിലായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ശുദ്ധീകരണത്തിനായിട്ടുള്ളതായ ഒരു അവസരം കൂടെ കർത്താവ് ഒരുക്കി തന്നു. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാൻ കൊണ്ടമിടയായി. വളരെ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവർക്ക് ദുഃഖിക്കേണ്ടതായ യാതൊരു കാര്യവുമില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ ഒരു വാത്സല്യ മാതാവിന്റെ എല്ലാവിധമായ സ്നേഹാദരവുകളും തങ്ങൾക്ക് ലഭിക്കപ്പെടുവാനിടയായി. പ്രിയ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഭാരപ്പെടേണ്ട കാര്യമില്ല. എനിക്കൊരു ഉത്തമ ഭാര്യയായിരുന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാവിധമായിരിക്കുന്ന ക്രമീകരണങ്ങളും നന്മകളും തനിക്ക് ചെയ്തു കൊടുക്കുവാൻ കൊണ്ടമിടയായി. പകൽക്കാലം ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് അവസരം ഒരുക്കി തന്നതായ പ്രിയ ദൈവരാശനോടുള്ളതായ ദൈവസഭയോടുള്ളതായ നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ന്യൂ ഇന്ത്യ ദൈവസഭ റാന്നി സെന്ററിന്റെയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ഇതിനു മുൻപ് തോന്നിയാമല അസംബ്ലി സഭയിൽ ശുശ്രൂഷകനായിരുന്ന TV ശ്യാമവേൽ അവറുകൾ ഇപ്പോൾ ദൈവവചനത്തിൽ വിശ്വാസ വാക്യങ്ങളും പ്രത്യാശയുടെ വചനങ്ങളും നമ്മെ അറിയിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ പ്രത്യാശ വെച്ച്, കർത്താവിനെ സ്നേഹിച്ച്, ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ കഴിയുന്നിടത്തോളം പ്രയോജനപ്പെട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ഇടവിൽ നിന്നുമായ ഒരു മാതാവ് നിത്യതയിലേക്ക് എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിശ്രമിപ്പാൻ ദൈവം സാവകാശം കൊടുക്കുകയും ആ പ്രത്യാശ നമ്മെ ഭരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേലയ്ക്കും പ്രവർത്തിക്കും മുതൽകൂട്ടായി നിൽക്കുന്ന കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങൾക്ക് ദൈവത്തിലുള്ള സമാധാനവും സന്തോഷവും പ്രത്യാശയും ദൈവം കൊടുത്തിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 1983 മുതൽ ഈ കുടുംബത്തെ അറിയുവാനും സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ കുടുംബത്തിലുള്ള വ്യക്തികളുമായി ജീവിത ക്രിസ്തീയ ബന്ധം പുലർത്തി ദൈവസ്നേഹം വെളിപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ദൈവം അവസരം ഒരുക്കി തരികയും അന്ന് മുതൽ ഇന്ന് വരെ തലമുറയായി ദൈവം എന്ന് വിളിക്കപ്പെടാൻ ഈ മാതാവിൻ്റെ പിൻതലമുറകളെ ദൈവവേലയ്ക്കായി സമർപ്പിച്ചും ശേഷാൽ വേവിച്ചൻ തോന്നിയാമല സഭയുടെ പ്രത്യേകമായ ചുമതലകൾ വഹിച്ച് ആ സഭയ്ക്കൊരു ആത്മീയ ശുശ്രൂഷകനായി നിലകൊള്ളുവാൻ ദൈവം തന്നെ ഒരുക്കുന്നു. അവരൊക്കെയും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും കർത്താവിൽ പ്രത്യാശയുള്ളവരുമാണ്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവിൽ അല്ലാത്തവർക്ക് ഒരുക്കിയിരിക്കുന്ന പാതാള പർദീസയിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. മരിച്ചവരുടെ ആത്മാക്കൾ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ല, ദൈവത്തിൽ അവർ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് വിശ്രമിക്കുന്നു. അത് വെളിപ്പാടുകാരനായ യോഹന്നാൻ പറയുന്നത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകും.
അതുകൊണ്ട് ഏതാണ്ട് 76 വയസ്സുവരെയും ഭൂമിയിൽ ജീവിച്ച് അധ്വാനിച്ചും പ്രവർത്തിച്ചും നന്മയും തിന്മയും അനുഭവിച്ച് അതിൽ കൂടെ വിശ്വാസത്തിൽ അത് കർത്താവിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ ഈ പ്രിയ മാതാവിന് അവസരം കൊടുക്കുകയും തന്റെ പ്രവൃത്തിയിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് വിശ്രമിക്കുക എന്നുള്ള ആ ദൈവശബ്ദത്തിന് വിധേയപ്പെട്ട ഈ പ്രിയ മാതാവിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവിലുള്ള പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവന വിളിച്ചറിയിച്ചു. ആ സമയത്തും അതേ ജീവിതത്തിൽ പെട്ടെന്ന് മാതാവ് വേർപെട്ടു എന്നുള്ളത് മാനുഷികമായ ദുഃഖമുണ്ടെങ്കിലും കർത്താവിൽ ഇത്രത്തോളം ജീവിപ്പാൻ കൃപ കൊടുത്തല്ലോ. ആമേൻ. സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പിതാവിനെയും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും മക്കള് മരുമക്കള് അത് സ്തോത്രം സഭ എല്ലാവരോടും ചേർന്ന് ഞങ്ങളുടെയും എന്റെയും കുടുംബത്തിന്റെയും ആ സഭയുടെയും ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. ആത്മീയ ഭൗമിക നിലവാരങ്ങളിൽ കൈത്താങ്ങലുകൾ നൽകുകയും ചെയ്ത പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് കോഴഞ്ചേരി സഭയും ദുഃഖത്തിലായിരിക്കുന്ന ഏവരോട് ചേർന്ന് ഞങ്ങളും പങ്കുചേരുന്നു. സർവ ആശ്വാസങ്ങളുടെയും ഉടയവനായ ദൈവം തന്നെ വിനീതമായ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകി തൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ പടവുകളെ ജീവിതത്തിന് മാതൃകയാക്കി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി ലക്ഷ്യമാക്കി മുന്നേറുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. സ്കൂൾ കൺവീനറായി കഴിഞ്ഞ പല വർഷങ്ങളായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ബേച്ചാനോടുള്ള ബന്ധത്തിൽ ഈ പ്രിയ ഭവനവുമായി സഹകരിക്കുവാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡ് തോന്നിയാമല സഭയിലെ ഒരു പ്രധാന കുടുംബം എന്ന നിലയിൽ ഈ പ്രിയ മാതാവുമായി പരിചയപ്പെടുവാനും മനസ്സിലാക്കുവാനും കർത്താവ് എനിക്കും അവസരം നൽകിയിട്ടുണ്ട്. തന്നിലൂടെ എനിക്ക് ലഭിച്ച എല്ലാ ആത്മീയ കൈത്താങ്ങലുകളെയും ഉദവികളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ഈ ശവപേടകത്തിനരികിൽ നാം നിലകൊള്ളുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കരുതിക്കൊള്ളേണ്ട ഉത്തമമായ ചില ചിന്തകളെ 1-2 മിനിറ്റുകൾക്കുള്ളിൽ പങ്കുവെച്ച് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടും. കഴിഞ്ഞ 76 പരം വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവം തനിക്ക് ഏൽപ്പിച്ചിരുന്ന ദൗത്യം പൂർത്തീകരിച്ച് ദൈവം തനിക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് താൻ കടന്നുപോയിരിക്കുമ്പോൾ ദൈവവിശ്വാസമില്ലാത്തവർ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളൊരു വാക്കിതാണ്: ദൈവ ആസ്തിത്വത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യ ആസ്തിത്വത്തിന്റെ മേൽ ദൈവ ആസ്തിത്വത്തിന്റെ തെളിവായ ഇടപെടലാണ് മരണം എന്ന് പറയുന്നത്. ദൈവം എന്ന് പറയുന്ന ഒരു പരാശക്തി ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഞാൻ മരിക്കട്ടെ, തന്റെ വാച്ച് ശ്രോതാക്കളെയെല്ലാം കാണുക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രോതാക്കളെ ആശ്ചര്യത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആ ചിന്തകൻ, ആ പ്രസംഗകൻ അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൈവാസ്തിത്വത്തെ ഹാ ഹാ എന്ന് പരിഹസിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇല്ല, ഒരു ദൈവമില്ല. പക്ഷേ 86-ാമത്തെ വയസ്സിൽ ആ നാസ്തികൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തന്റെ മേലുമുള്ള ദൈവ നിയമനത്തിന് താൻ കീഴ്പ്പെടുകയായിരുന്നു. വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മരണം ഒരു അറസ്റ്റ് വാറന്റാണ്. ഈ ലോകത്തിൽ ദൈവത്തിന് പിടികൊടുക്കാതെ ജീവിക്കുന്ന സകല മനുഷ്യരെയും അറസ്റ്റ് ചെയ്ത് ദൈവ സാന്നിധ്യത്തിന് മുൻപാകെ ദൈവ കോടതിയുടെ മുൻപാകെ ഹാജരാക്കുവാനുള്ള ദൈവ നിയമനമാണ്, ദൈവീയ അറസ്റ്റ് വാറന്റാണ് മരണം. എന്നാൽ ക്രിസ്തുവിൽ ജീവിച്ച ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വചനം പറയുന്നു, അവൻ ക്രിസ്തുവിൽ മരിക്കുകയാണ്. വേദപുസ്തകത്തിൽ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ ഒരുവൻ മരിക്കണമെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാവില്ല. തീർച്ചയായും പാരമ്പര്യത്തിനും പൗരാണികതയ്ക്കും ആഠ്യത്വത്തിനും പ്രൗഢികതയ്ക്കും ഒക്കെ അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട് എന്നത് നിസ്തർക്കമാണ്. ജനിതകരേഖയെ
പരിശോധിച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിന്നിലുള്ള വിശ്വാസം നിന്റെ അമ്മ യൂനിക്കയിലും നിന്റെ വലിയമ്മ ലോമീസിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയമ്മയിൽ നിന്നും അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസത്തിന്റെ അളവ്, ഈ പ്രിയ മാതാവിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസത്തിന്റെ അളവ് തന്റെ തലമുറകൾ ഇന്ന് പകൽക്കാലം ഉള്ളത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. തന്റെ മാതാവിനോട് സ്നേഹമുണ്ടെങ്കിലും ശാരീരിക വേർപാടിൽ വേദനയുണ്ടെങ്കിലും ഈ ശവപേടകത്തിനരികിൽ അടങ്ങിപ്പിടിച്ച വിശ്വാസത്തിന്റെ തീവ്രതയോടുകൂടി നിലകൊള്ളുവാനിടയാകുന്നത്. മനുഷ്യൻ കേവലം വൈകാരിക ജീവികളല്ല, മനുഷ്യൻ ഒരു ആത്മീയ ജീവിയാണ്. വികാരം വേദനയ്ക്ക് വിടവാങ്ങൽ നൽകുന്നതാണ്. വികാരം വേദനയോടെ പ്രകടിപ്പിക്കുന്നതാണ്. എന്നാൽ വിശ്വാസം വേദനയെ പിടിച്ചമർത്തുന്നതാണ്. ഈ മാതാവിന്റെ കഴിഞ്ഞ നാളുകളിലെ വിശ്വാസ ജീവിതത്തിന്റെ ചുവടുകൾ ജീവിതത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൈത്താങ്ങലായി ഏറ്റെടുത്തുകൊണ്ട്, മാതൃകയായി ഏറ്റെടുത്തുകൊണ്ട് ഈ ശവശരീരത്തിന് നമുക്ക് വിടവാങ്ങുവാൻ കഴിയുമെങ്കിൽ, വിട ചൊല്ലുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നാം ഈ മാതാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ആദരവ് അവിടെയായിരിക്കും. പ്രിയ മക്കളെ, ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും, വിശേഷാൽ പ്രിയ പിതാവിനെയും സർവ്വ ആശ്വാസങ്ങളുടെയും ഉടയവനായ ദൈവം നിത്യ ആശ്വാസങ്ങളാൽ ദിവ്യ സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന വാക്കുകളോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന അവസരം തന്ന കർത്തൃദാസന് നന്ദി പറയും. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും അതുപോലെ തന്നെ അനുശോചന വാക്കുകൾ അറിയിക്കും. ആമേൻ. അതിനു മുൻപ് ഇപ്പോൾ കൊയർ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഞാൻ ചേർന്നിടുമോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. ഈ ഭവനുമായിട്ട് ദീർഘവർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ സാബു റോസമയെ ഇവിടെ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇളയ മകളാണ്. പ്രിയമാരുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയ മകന് സാബുവിനെ കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ മാതാവിനെയും പിതാവിനെയും ഈ കുടുംബത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ സ്മരണകളാണുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്നതായ പ്രിയ മാതാവ് ഈ ഭവനത്തിൽ മാത്രമല്ല എല്ലാ രംഗങ്ങളിലും മാതൃകയുള്ള ഒരു മാതാവായിരുന്നു. പ്രയാസത്തിലും പ്രശ്നങ്ങളില്ല. എന്നാൽ ഇന്ന് താനെ ഏകനായിട്ടിരിക്കുകയാണ്. തൻ്റെ ഭാര്യയെ തനിക്ക് നഷ്ടപ്പെട്ടു. പ്രിയ മക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരെ ലാളിച്ച് സ്നേഹിച്ച് വളർത്തിയ പ്രിയ മാതാവിനെ നഷ്ടപ്പെട്ടു. അതിനുപരിയായിട്ട് ഇവിടുത്തെ സഭയെ പറ്റി പറഞ്ഞാൽ അവർക്ക് വിശ്വാസധരണിയായ മാതൃക ജീവിതം നയിച്ചതായ ഒരു മാതാവിനെയാണ്, സഹോദരിയുടെ നഷ്ടപ്പെട്ടു. ഇവിടുത്തെ അയൽവർഗക്കാർക്ക് പറയാനായിട്ട് കഴിയും, ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് വലിയ പ്രത്യാശയുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മാതാവ് ഉയർത്തെഴുന്നേൽക്കാൻ യാതൊരു സംശയമില്ല. കോടാരി കോടി വിശുദ്ധന്മാരോട് കൊടുത്ത് അന്നത്തെ സജീവത്തോട് നാവും നമ്മുടെ മാതാവിനെ എതിരേക്കുവാനായിട്ട് ഒന്നിച്ചുണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. ആ പ്രത്യാശയാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. ദുഃഖത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് ആവശ്യമായ ദിവ്യമായ സമാധാനം കൊടുക്കട്ടെ. മാനുഷികമായ വാക്കുകൾക്ക് അത് പറയാനായിട്ട് സാധ്യമല്ല. എന്നാൽ കർത്താവ് ആശ്വസിക്കട്ടെ. പേരിലുള്ള എല്ലാവിധമായ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവ് ആവശ്യമായ കൃപ തരട്ടെ. ദൈവനാമത്തോട് പറയട്ടെ. ഈ നാട്ടുകാരായ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. വേർപാട് ദുഃഖകരമാണ്. ദുഃഖകരമായ അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകേണ്ടതായ അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ എപ്പോഴും നിരപ്പേറിയ അനുഭവങ്ങൾ മാത്രമല്ല, ദുഃഖകരമായ പല
താഴ്വരകളും കുഴികളും ഏറിയ അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടതായ രംഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആത്മഹത്യയുടെ പരമ്പര വർദ്ധിച്ചിരിക്കുകയാണ്. പ്രശസ്തരും പ്രഗത്ഭരുമായ അനേകരും ജീവിതം ആത്മഹത്യ കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ ദിവസവും ചോദിച്ചു വാങ്ങിച്ച് സന്തോഷത്തോടെ ജീവിതം നയിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രകാശങ്ങളായി ശോഭിക്കുന്ന അനുഭവം എത്രയോ അനുഗ്രഹങ്ങളാണ്. ഇതിനെ സാധിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന പ്രത്യാശയുടെ വാക്കുകൾ. തികച്ചും ഈ അസംബ്ലി സഭയോട്, ഈ തൊന്നിയാമല സഭയ്ക്ക് ഈ മാതാവ് ഒരു പ്രകാശ നക്ഷത്രമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു ദൈവദാസൻ ചെയ്യുന്നതിനേക്കാൾ അധികം ശുശ്രൂഷ ഈ മാതാവിന് ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു. അനേകരോട് ദൈവത്തിന്റെ സ്നേഹം പറയുവാൻ, ഈ ദേശത്തെ സുവിശേഷത്തിന് ചുക്കാൻ വഹിപ്പാൻ ഈ മാതാവിനെ ദൈവം സഹായിച്ചു. തന്റെ സമർപ്പണം അത്രമാത്രമായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തന്റെ ദുഃഖത്തിൽ ക്ഷീണാവസ്ഥയിൽ കിടക്കുമ്പോഴും കടന്നു വരുന്ന രണ്ട് രക്തബന്ധങ്ങളോട്, കുടുംബാംഗങ്ങളോട് ദൈവത്തിന്റെ സ്നേഹം പറയുവാനും, ഞാൻ കടന്നു പോകുന്ന ഭാഗ്യ വീട്ടിൽ നിങ്ങൾ വരണമെന്നും പറയുന്ന പ്രത്യാശ ഈ മാതാവിന്റെ ഉള്ളിൽ കുടികൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. കൊമ്പനൂരിൽ ഫെയ്ത്ത് ഏജ് ചർച്ചിന്റേതായ അനുശോചനം ആമീൻ ഈ ഭവനത്തെ അറിയിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഞങ്ങളുടേതായ കുടുംബത്തിന്റെ വിശേഷാൽ ഈ ഭവനത്തിലെ പ്രിയ മാതാവിന്റെ മൂത്ത മകൾ ലില്ലിക്കുട്ടി അമ്മാവിടെ ചർച്ചിലെ പാസ്റ്ററാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബാംഗ സഭാജനങ്ങൾ കുറച്ചുപേര് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേന്റെ വാക്കുകളെ ചുരുക്കുന്നു. ആദ്യമായി പാസ്റ്റർ ആർ തങ്കച്ചൻ പാസ്റ്റർ മുൻ ശിശുകർത്തരദാസനാണ്. അദ്ദേഹം അനുശോചനം അറിയിക്കും. അനന്തരമായിട്ട് പാസ്റ്റർ ജോൺസ് മാത്യു 18 ഏജിൽ ശുശ്രൂഷിക്കുന്നു. അദ്ദേഹം അനുശോചനം അറിയിക്കുന്നതാണ്. അതിനായി പ്രതിയപ്പെട്ട് ക്ഷണിക്കുന്നു. ചേട്ടദാസിയെ വന്ന് കണ്ട് ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കടന്നുപോയി. അധിക ദിവസങ്ങളായില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ നരിക്കൽ സഭയിൽ ഒരു വേർപാട് സംഭവിച്ചു. 85 വയസ്സ് പ്രായമുള്ള ജോയിക്കുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവവിധൻ 7 ദിവസം ദൈവസന്നിധിയിൽ താൻ യാത്രയ്ക്കൊരുക്കുന്നതിന് വേണ്ടി ഉപാസത്തിലായിരുന്നു. 7ാം ദിവസം ഞായറാഴ്ച തന സഭായോഗത്തിന് പോകുവാൻ ഒരുങ്ങുന്ന സമയത്ത് ശാരീരികമായൊരു ബലഹീനത അനുഭവപ്പെട്ടു. ഉടനെ ഒരു കസേരയിലിരുന്നു. അധികം ഇരിക്കേണ്ടതായി വന്നില്ല. ദൈവസന്നിധിയിൽ ഇരുത്തി. ആ ശവോടക്കത്തിന് വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവിനെ ബലപ്പെടുത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സഭ എനിക്ക് വളരെ സഹായമായിരുന്നു. അത് മറക്കാൻ സാധ്യമല്ല. ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ദൈവത്തിൻ്റെ ശേഷദാസൻ സാർ സ്ഥലത്തുണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കും. അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തില്ല. എന്നാൽ ഇവിടുന്ന് വിളിച്ചറിയിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ കടന്നു വന്നത്. ഞാനധികം വാക്കുകൾ പറയാൻ എടുക്കുന്നില്ല. ദൈവങ്ങൾ വായിക്കുമ്പോൾ പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. വേർപാട് എല്ലാവർക്കും ദുഃഖമുണ്ടാകും. ദുഃഖിക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പറയുന്നത് 57 ആരംഭത്തിൽ നാം വായിക്കുമ്പോൾ അനർത്ഥത്തിനു മുമ്പ് നീതിമാൻ കടന്നു പോകുന്നു, അതാരും അറിയുന്നില്ല. ധാർമ്മികമായി ഏറ്റവും അധപ്പതിച്ച ലോകത്ത് ഞാനും നിങ്ങളും ഇപ്പോൾ ആയിരിക്കുകയാണ്. സഹജീവികളോട് അന്യോന്യം മനുഷ്യരോടില്ലാത്ത ഒരു കാലത്ത് ഞാനും നിങ്ങളും ഒന്നെത്തിയിരിക്കുകയാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധ്യമല്ലാത്ത സ്ഥിതിയിൽ ലോകം വന്നെത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് കടന്നുപോയി. എന്തിന് കടന്നുപോയെന്ന് ചോദിച്ചാൽ വിശ്രമത്തിന് വേണ്ടി കടന്നുപോയി. പപ്പായെ ദൈവം വിളിച്ചത് കാരണം എന്താ? പാസപ്പച്ചൻ പറയണം.
പ്രത്യാശ ഉള്ള ഒരു ദൈവത്തിന്റെ ദാസിയായിട്ട് എൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവളെ കാണുവാൻ തക്കവണ്ണം വേണ്ടിയായി തീർന്നു. ദൈവത്തിന്റെ മക്കളെ ഒത്തിരി കാര്യം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇത് അവസാനമല്ല, ഇത് ഒന്നിന്റെ തുടക്കമാണ്. വിശ്രമിച്ചതിന് ശേഷം കർത്താവ് ഗംഭീരനാദത്തോളം പ്രധാന ദൂതന്റെ ശബ്ദത്തോളം ദൈവത്തിന്റെ കാലത്തോളം കൂടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എങ്ങനെ സ്തോത്രം ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ചോദിച്ചാൽ നാം ഇപ്പോൾ യുവക്കൾ ഇതാകുമെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. കർത്താവ് വരുമ്പോൾ നാം അവനെ കാണുന്നത് എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഈ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ദൈവത്തെ മക്കൾ വിശേഷിച്ച് നമ്മെ വിട്ട് തന്നു വിളിക്കുന്ന ഈ ദൈവത്തിന്റെ ദാസി. താഴ്ചയുള്ള ശരീരം മാറി, ദൈവത്വമുള്ള ശരീരം മാറി, പ്രാകൃതമായ ശരീരം മാറി, എല്ലാം മാറിയിട്ട് നാം കർത്താവ് വരുമ്പോൾ തന്നെ എങ്ങനെ കാണുന്നുവോ അതുപോലെയുള്ള ഒരു ശരീരത്തോടുകൂടെ നമുക്ക് ഈ ദൈവത്തിന്റെ ദാസിയെ കാണാം. ഈ പ്രിയപ്പെട്ടത് ദൈവദാസന് നന്ദി പറയുന്നു. ഈ ഭവനത്തോടെ ദുഃഖത്തോടെ ഞാൻ എൻ്റെ കുടുംബവും ചേരുന്നു. നമുക്ക് ജീവിച്ചിരിക്കുന്ന നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. നമ്മുടെ നമ്മെ വിട്ടുപോയ ഈ മാതാവ് വീണ്ടും കാണാം. ആ പ്രത്യാശയോടുകൂടെ കടന്നു പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോട് എനിക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യം, ജീവിച്ചിരിക്കുന്ന പെൺമക്കളെയും ആൺമക്കളെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. അത് ഞാൻ ചെയ്യാം. ചുഴിച്ച പൈതങ്ങളുണ്ട്, ജീവിച്ച വാർത്ത ആ കുടുംബത്തിലെ പൈതൽ കുടുംബം വളരെയധികം മാതാവിന്റെ ശുദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശുദ്ധിച്ച നടപടികളും ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും കർത്താവ് അനുഭവം തരും. അതുകൊണ്ട് ദൈവം നിങ്ങളെ സ്തോത്രായിരിക്കട്ടെ എന്നുള്ള വാക്കുകളോട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്. ദുഃഖത്തിൽ ആയിരിക്കുന്നതായ ഈ ഭവനത്തിലെ പ്രിയ പിതാവ്, ഇവിടെ മക്കൾ, മറ്റ് കുടുംബാംഗങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നതായ കരിപ്ര സഭയുടെ എല്ലാ വിശ്വാസികളുടെയും കുണ്ട്ര സെക്ഷനിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും ഗാഠമായ ദുഃഖവും വേദനയും അപ്പോൾ തന്നെ തികഞ്ഞ പ്രത്യാശയും ഈ സമയം അറിയിക്കുന്നു. തോന്നിയാമല AG സഭയിൽ വളരെ പ്രധാനപ്പെട്ട ചില ഭവനങ്ങളിൽ ഒരു ഭവനമാണ് നെടുമാനാൽ ഭവനം.